അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും ഒരു വെടിനിർത്തൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇറാഖിന്റെ പ്രസിഡന്റ് മുഖേനയാണ് ഇറാന് ടെഹ്റാന് ഇങ്ങനെ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് താൽക്കാലികമായി വെടിനിർത്തൽ, ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ ദിവസം ഒരുക്കം പൂർത്തീകരിക്കാനുണ്ട്, ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ ആക്രമിക്കണം എന്നതായിരിക്കും ട്രംപിന്റെ നിലപാട്. പക്ഷേ ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കും, തിരിച്ചടി കൂടുതലായി കിട്ടുകയാണ് എന്ന് കണ്ടാൽ താൽക്കാലികമായി വെടിനിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് അദ്ദേഹത്തിന്റെ യുദ്ധത്തിൽ ഈ കാലം വരെയുള്ള പതിവാണ്. എന്നാൽ ഈ പതിവ് രീതി ഇനി അനുവദിക്കുകയില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. 2 പ്രാവശ്യം യുദ്ധം തുടങ്ങി വെടിനിർത്തലിലേക്ക് പോയതാണ്. എന്നാൽ ഇനി അങ്ങനെ ഒരു പുതിയ വെടിനിർത്തൽ ആവശ്യമില്ല. ഇറാൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അവകാശങ്ങൾ, ഇറാന്റെ അവകാശങ്ങൾ, അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് വെടിനിർത്തലാകാം. നേരെ മറിച്ച് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി നടത്തുന്ന വെടിനിർത്തലുകളോട് പ്രതികരിക്കാൻ ഇറാൻ ഇല്ല എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ റിജക്ട്സ് റിന്യൂവഡ് US സീസ്ഫയർ പ്രപ്പോസൽ. അമേരിക്കയുടെ പുതിയ സീസ്ഫയർ പ്രപ്പോസൽ, വെടിനിർത്തൽ ധാരണാപത്രം, അത് പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്തായാലും അമേരിക്കക്ക് ശക്തമായി തിരിച്ചടി ലഭിക്കുന്നു എന്നതാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിന്റെ കാരണം. സാധാരണ രീതിയിൽ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇറാൻ ശക്തമായി അമേരിക്കക്ക് പണി കൊടുക്കുന്നുണ്ട്, നന്നായി താങ്ങുന്നുണ്ട്. അത് സഹിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. നാശനഷ്ടങ്ങൾ ചെറുതല്ല. അമേരിക്കൻ സൈനികരെ തെരഞ്ഞുപിടിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ട്രംപിനെ അസ്വസ്ഥമാക്കുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രസക്തമാകുന്നത്. എന്നാൽ വീണ്ടും പരിഹാസ്യമായ രീതിയിൽ ഒരു വെടിനിർത്തലുമായി ട്രംപ് ഇറങ്ങിയെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അതും ഇറാഖിന്റെ പ്രസിഡന്റ് മുഖേനയാണ് അത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കത്ത് ടെഹ്റാന് കൈമാറിയെങ്കിലും ഇറാൻ പൂർണ്ണമായി അത് തള്ളിക്കളയുകയായിരുന്നു.